ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക, നിങ്ങളും ഇത് യൂട്ടിലൈസ് ചെയ്യുക. ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ഈ വരുന്ന ജൂൺ 2025 ഇൻ്റർമീഡിയറ്റ് എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. ഞാൻ ഇതുപോലെ എല്ലാ സബ്ജക്റ്റുകൾക്കും വേണ്ട വീഡിയോസ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കയറി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാം ഈ പറയുന്ന 12th സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എക്സാമിന് വെറും 4 ദിവസമാണുള്ളത്. ഈ 4 ദിവസം നിങ്ങളിപ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പുകൾ എഴുതുന്നവരായിക്കോട്ടെ, ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരായിക്കോട്ടെ, നിങ്ങൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി പഠിക്കുക. ഇന്ന സമയം ഇന്നത് തീർക്കും എന്നുള്ളൊരു പ്രോപ്പർ പ്ലാനിങ് നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് OPM ആൻഡ് SM, അതായത് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പിലെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന പേപ്പർ. ഈ പേപ്പറിനെ പറ്റി പറയുവാണെങ്കിൽ നമുക്ക് ഇതിൽ പ്രോബ്ലംസ് ഉണ്ട്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ പ്രോബ്ലം പ്ലസ് തിയറിയാണ്. SM എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തിയറിയാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ പേപ്പറിൽ ഷുവറായിട്ട് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ പേപ്പറിനകത്ത് നമുക്ക് ടോട്ടലായിട്ട് എങ്ങനെ ഒരു 70-75 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. പോട്ടെ, 70 മാർക്സ് മതി നമുക്ക്. 70 മാർക്ക് ഈ പേപ്പറിൽ നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാം, അതും വിത്തിൻ 10 hours, 10 മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാപ്റ്റർ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് അത് പഠിക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സും നോട്ടും MCQ പ്രീവിയസ് ഇയറും എല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ത് മെത്തേഡാണെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഒരു സെഷനകത്ത് കണ്ടക്ട് ചെയ്യുന്ന ഈ സെഷൻ എന്ന് പറയുന്നത് വെറും 10 hours ആണ്. 10 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് ഉൾപ്പെടെ 10 മണിക്കൂറിന് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് തീരും. ക്ലാസ് കാണുക, ഓരോ ക്വസ്റ്റ്യനായിട്ട് നിർത്തി കേൾക്കുക, പഠിക്കുക. പ്രീവിയസ് ഇയേഴ്സ് അതിൽ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യും, അത് കേട്ട് അത് പഠിക്കുക. പിന്നെ നിങ്ങൾ നോക്കാനുള്ളത് MCQ ആണ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് തീർക്കാനായിട്ട് 10 മണിക്കൂർ മതി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ 10 മണിക്കൂറിൽ OPM SM തീർക്കുന്നത്? അതും 70 മാർക്ക് നിങ്ങൾക്ക് ഈ 10 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ 70 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. സോ എങ്ങനെ കിട്ടും അതാണ് പറയുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഒന്ന്, നമ്മുടെ SMനകത്ത് നമുക്ക് 4 ചാപ്റ്റേഴ്സാണുള്ളത്. അതിൽ ഒന്ന് ഇൻട്രൊഡക്ഷനാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഫുള്ളായിട്ട് എടുത്തു തരും. അതിൽ വേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പോയിൻ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരും. സോ പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ സെക്കൻഡ് ഞാൻ പറയുന്നത് സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് പ്ലാനിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിനെ പറ്റിയിട്ടും നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം പോയിൻ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് തരും. ദെൻ നമ്മൾ ഫോർമുലേഷൻ, സ്ട്രാറ്റജി, ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഡിജിറ്റൽ സ്ട്രാറ്റജിയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമുക്ക് നമ്മൾ ഈ പറഞ്ഞ 4 ചാപ്റ്റേഴ്സ് പഠിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ 3 ക്വസ്റ്റ്യൻ കിട്ടും. 14 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ കിട്ടും. അതായത് 42 മാർക്ക് നമുക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ MCQ ചോദിക്കാറുണ്ട്. MCQ നോർമലി ചോദിക്കുന്നത് 5 MCQ ആണ് വരുന്നത്. ടോട്ടൽ 15 MCQ ആണല്ലോ. അതിൽ 10 എണ്ണവും എപ്പോഴും ഇതിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത്. MCQ നമുക്ക് ഏകദേശം ഒരു 30 മാർക്കിനകത്ത് MCQ നമുക്കൊരു 12 മാർക്കാണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും 54 മാർക്ക് നിങ്ങൾ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ടുള്ള SM പഠിക്കുവാണെങ്കിൽ 54 മാർക്ക് നിങ്ങളുടെ കയ്യിൽ സേഫ് ആവും. ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ 54 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ദെൻ നമ്മൾ പിന്നെ നോക്കുന്നത് OPMലേക്ക് വരുമ്പോൾ, OPM എന്ന സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഞാൻ എടുക്കും. അതായത് നമ്മുടെ OPMനകത്ത് നിന്ന് തിയറി ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്, ബാക്കി ഫുള്ള് പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷനിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന്. സോ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരും. രണ്ടാമത് ഞാൻ പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള, അതായത് OPMൽ ടോട്ടൽ 7 ചാപ്റ്റേഴ്സാണ്. അതിൽ ഒന്ന് ഇവിടെ നമ്മൾ എടുത്തു, ബാക്കി ഇനി 6 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് വേണ്ട ഇമ്പോർട്ടൻറ്റ് തിയറീസ് മാത്രം, ഇമ്പോർട്ടൻറ്റ് തിയറീസ് പോയിൻ്റ് വൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് തരും. ഏകദേശം ഒരു 10-12 ക്വസ്റ്റ്യൻ മാത്രമേ വരത്തുള്ളൂ. ഇത് ഞാൻ തരും, അത് നിങ്ങൾ പഠിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, ഈ പറഞ്ഞ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഈ 4 ചാപ്റ്റേഴ്സ് SMലും പഠിക്കണം. OPMലേക്ക് വരുമ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ 7 മാർക്ക് അപ്പോൾ കിട്ടും. അപ്പോൾ ടോട്ടൽ 59 മാർക്കായി. ദെൻ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ഒരു പറയാൻ ടോട്ടൽ 14 മാർക്കിനാണ് OPMത്തിൽ തിയറി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു തിയറിയും കൂടി ആകുമ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് എത്ര മാർക്കാവും? 66 മാർക്കാവും. പിന്നെ OPMത്തിൻ്റെ ഞാൻ MCQ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. തിയറി വൈസ് ആയിട്ടുള്ള MCQ, പ്രോബ്ലം വേണ്ട, തിയറി MCQs നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അതുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് 70 മാർക്ക് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാം. 70 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഇതൊരു 10 മണിക്കൂറത്തെ സെഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുക.
OPM എന്ന പേപ്പർ വളരെ ബുദ്ധിമുട്ടായി ഫേസ് ചെയ്യുന്നവർക്ക്, പ്രോബ്ലം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രോബ്ലം അറിയില്ല, ഇനി എങ്ങനെ തുടങ്ങണം എന്നറിയില്ല, മെറ്റീരിയൽസ് ഇല്ല, MCQ ഇല്ല, പ്രീവിയസ് ഇയർ ഇല്ല, ഇങ്ങനെ ആകെ വിഷമത്തിൽ നിൽക്കുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ പ്ലാറ്റ്ഫോമാണ്. വെറും 10 hours മതി. നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിത് ജൂൺ 8 ഈവനിങ് തൊട്ടാണ് ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 3 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 8 3 മണി മുതലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെക്ഷൻ്റെ ഫീസ് വരുന്നത് വെറും 600 rupees ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ വൺ പ്ലേസിൽ തന്നെ അവൈലബിൾ ആക്കി തരും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ക്ലാസ് കാണുക, അത് പഠിക്കുക എന്നുള്ളതാണ്. നോട്ട്സ് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് പഠിച്ചാലും മതി. ഈ ഒരു സെഷൻ്റെ ഫീ വരുന്നത് 600 rupees ആണ്. ഞാൻ നാളെ ജൂൺ 8 3 PM തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫ്രണ്ട്സ് എല്ലാം മാക്സിമം എനിക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. എൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്, ആ റിക്വയർമെൻറ്റ് നിങ്ങൾ പറയാം. OPM ആണെങ്കിൽ അത്. ബാക്കി സബ്ജക്റ്റുകൾ ഞാൻ കൊടുക്കുന്നുണ്ട്. 8 സബ്ജക്റ്റുകൾക്ക് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ പെർട്ടിക്കുലറായിട്ട് ഇന്ന ടൈമിൽ ലോ നമുക്ക് 12 hours തീർക്കാം, മാനേജ്മെൻറ്റ് 12 hours നമുക്ക് തീർക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ സബ്ജക്റ്റുകളും ഞാൻ വിത്ത് പ്രീവിയസ് ഇയർ നിങ്ങൾക്ക് തരുന്നുണ്ട്, MCQ തരുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ജൂൺ 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 8 3 മണിക്ക്, ഉച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ 10 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, കാണുക. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലാസ് നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾക്ക് ഒരു ജൂൺ 8 നാളെ വൈകിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 9 ഉച്ചയാകുമ്പോൾ കംപ്ലീറ്റ് ആവും. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ഇടും. നിങ്ങൾ കണ്ടിന്യൂസ് അത് കാണണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ബാക്കി സബ്ജക്റ്റ് റിവൈസ് ചെയ്യാം. അതിനിടയിൽ കൂടി ഓരോരോ വീഡിയോസായിട്ട് കണ്ട് ഇതങ്ങ് തീർക്കുകയും ചെയ്യാം. വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. നിങ്ങളുടെ കയ്യിൽ സേഫ് ആവുകയും ചെയ്യും. 70 മാർക്ക് 10 മണിക്കൂർ കൊണ്ട് കിട്ടുകയും ചെയ്യും. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്തുകൂടെ? അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും മാക്സിമം നന്നായിട്ട് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ അപ്പ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്കാണ് ഞാൻ എല്ലാം ചെയ്തേക്കുന്നത്. ഇതുപോലെ മറ്റ് സബ്ജക്റ്റുകൾക്കും വെച്ചിട്ടുണ്ട്. സോ മാക്സിമം നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റ് സബ്ജക്റ്റ് ആയാലും നിങ്ങൾ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ താല്പര്യമുള്ളവർ മാക്സിമം ഇത് ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ തന്നെ ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ ചാപ്റ്റേഴ്സാണ് നമ്മൾ പഠിക്കുന്നത്. വെറും 5 ചാപ്റ്റർ മെയിൻ നോക്കുന്നു, ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് തിയറീസ് മാത്രം പഠിക്കുന്നു. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്ര സമയം മതി. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സെഷൻ യൂസ് ചെയ്യുക. വെറും 600 rupees നിങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു സെഷൻ കിട്ടത്തില്ല. ഈ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് യൂസ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും ഈ റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, കമൻസിലൂടെ നിങ്ങൾ പറയാം, നിങ്ങൾക്കുള്ള റിക്വയർമെൻറ്റ്സ് പറയാം. ഇനി എങ്ങനെ ചാപ്റ്റേഴ്സ്, മറ്റ് സബ്ജക്റ്റുകൾക്ക് എങ്ങനെ ചാപ്റ്റേഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ അത് പറഞ്ഞുതരാം. സോ എല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും തരും. ഈ അറ്റംപ്റ്റിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്യണം. സോ ആ ഒറ്റ ഇൻറ്റൻഷനോട് കൂടി ഇരിക്കുക. ഇനി 4 ദിവസമേ ഉള്ളൂ. പക്ക ഫോക്കസ് കൊടുത്ത് പഠിക്കുക. എന്തായാലും ക്ലിയർ ആവും. നന്നായിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ പറയാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമുക്ക് നാളെ ജൂൺ 8 മുതൽ ജൂൺ 9 ഉച്ചയോടുകൂടി OPM എന്ന സബ്ജക്റ്റ് സേഫ് ആക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബാക്കി സബ്ജക്റ്റുകളും റിവൈസ് ചെയ്യുക കേട്ടോ മാക്സിമം. ബാക്കി ഞാൻ 8 സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സസ് അപ്പോൾ തന്നെ അവൈലബിൾ ആക്കും കേട്ടോ. OPM മാത്രം ജൂൺ 8 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നമുക്ക് 12 സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ സമയമുണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കി എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഓക്കെ.